ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി. നാളെ രാവിലെ കോർ കമ്മിറ്റി യോഗം ചേരും. ഉച്ചകഴിഞ്ഞ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം. തിങ്കളാഴ്ച രാവിലെ സംസ്ഥാന കൗൺസിലിൽ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. സംസ്ഥാന അധ്യക്ഷനായി മത്സര രംഗത്ത് താൻ ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വി മുരളീധരൻ. ലോക്സഭ എം.പിയോ എം.എൽ.എയോ ആകുക മാത്രമാണ് ഇനി തന്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്നും വി മുരളീധരൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം ചേർന്ന് ആരാണ് നാമനിർദ്ദേശ പത്രിക നൽകേണ്ടത് എന്ന് തീരുമാനിക്കും. ഒരു മത്സരം ഒഴിവാക്കാനായി ഒറ്റ നാമനിർദ്ദേശ പത്രിക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉച്ചയ്ക്ക് 2 മുതൽ 3 മണിവരെ ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. വൈകിട്ട് 4-ന് സൂക്ഷ്മ പരിശോധന നടക്കും. തിങ്കളാഴ്ച രാവിലെ ബി.ജെ.പി. സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കെ സുരേന്ദ്രൻ തുടരാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ഇപ്പോൾ തന്നെ 5 വർഷം പൂർത്തിയായ സുരേന്ദ്രന് വീണ്ടും ഒരു ടേം നൽകണമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. തൃശൂരിലെ വിജയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം ഉയർന്നതും സുരേന്ദ്രന്റെ നേട്ടമായി പരിഗണിക്കപ്പെടും. ജെ.പി. നഡ്ഡാജിയുടെ ടേം ഓരോ വർഷം വീതമായിട്ട് 2 തവണ ദീർഘിപ്പിച്ച് അങ്ങനെ ഇപ്പോൾ 5 വർഷമായത്. അതിൻ്റെ ഫലമായിട്ടാണ് സുരേന്ദ്രനും ആ ടേം നീട്ടിക്കിട്ടിയത്. പക്ഷേ ടേം ഒന്നേ ആയിട്ടുള്ളൂ. അപ്പോൾ സാങ്കേതികമായിട്ട് വേണമെങ്കിൽ സുരേന്ദ്രൻ ഇനി ആവാം ഒരു സെക്കൻഡ് ടേം. എന്നാൽ സുരേന്ദ്രന് പകരമായി നിരവധി പേരുകളും ഉയരുന്നുണ്ട്. എം.ടി. രമേശിനെ പരിഗണിക്കണമെന്നാവശ്യപ്പെടുന്ന വലിയൊരു വിഭാഗം പാർട്ടിയിലുണ്ട്. വനിതാ അധ്യക്ഷ വേണമെന്ന് താല്പര്യപ്പെടുന്നവർ ശോഭാ സുരേന്ദ്രന്റെ പേരാണ് ഉയർത്തിക്കാട്ടുന്നത്. ബി.ജെ.പിയുടെ പ്രവർത്തകരുടെ ഇടയിൽ ശോഭാ സുരേന്ദ്രൻ അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ്. എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മുൻ പ്രസിഡന്റുമാരുടെ കുറേ പേരുടെ പേരുകൾ പറയുന്നതിന് പുറമെ ശോഭാ സുരേന്ദ്രന്റെ പേര് പറയുന്നുണ്ട്, എം.ടി. രമേശിന്റെ പേര് പറയുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ദേശീയ നേതൃത്വത്തിന്റെ താല്പര്യം കണക്കിലെടുത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരും സജീവമായി കേൾക്കുന്നു. മറ്റൊരു മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരന്റെ പേര് വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒരാളുമായിട്ട് ഞാൻ മത്സരിക്കാനില്ല. ഞാൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരത്തിനേ ഇല്ല. എനിക്ക് താല്പര്യമുള്ള ഒരൊറ്റ പദവിയേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് എം.എൽ.എ ആവുക, എം.പി ആവുക. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ് കേരളത്തിലെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.